എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജിത്ത് ആർ.കെ. തഴവ. എല്ലാവർക്കും ചലഞ്ചർ ആപ്പിൻ്റെ CSCB യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് ഇന്നലെ വന്നിരുന്നു. ഇന്ന് വന്നിരിക്കുന്നത് ആദ്യത്തെ ക്ലാസ് വീഡിയോ ആണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, CSCB 2 ആഴ്ച കൂടുമ്പോൾ പരീക്ഷ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ഒരുപാട് ശ്രദ്ധ വേണ്ട ഒരു മേഖലയാണ്. ഒരുപാട് അവസരങ്ങളുള്ളൊരു മേഖലയാണ്. നമുക്കറിയാം, വർഷങ്ങളായിട്ട് 2019 മുതൽ ചലഞ്ചർ ആപ്പിൽ CSCB കോഴ്സുകളുണ്ട്. ഒരുപാട് പേരിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഇപ്പോൾ കഥ മാറി. യൂട്യൂബ് ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ. ഒന്ന്, CSCBയുടെ ഒരു വമ്പൻ കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ട്, എല്ലാ പരീക്ഷകൾക്കും വേണ്ടി. അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമുണ്ട്. രണ്ടാമത്തെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ബാക്കിയുള്ള PSC യൂട്യൂബ് ചാനലിലിട്ട് വലിച്ചഴിക്കേണ്ട ഒരു മേഖലയല്ല CSCB. അതിന് പ്രത്യേകിച്ച് ഒരു യൂട്യൂബ് ചാനൽ വേണം, പ്രത്യേക ശ്രദ്ധ വേണം എന്ന ഒരാഗ്രഹത്തിൻ്റെ പുറത്താണ് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തത്. ഇത് ലീഡ് ചെയ്യുന്നത് ചിപ്പി മിസ് ആയിരിക്കും. ചിപ്പി മിസ്സിനോടൊപ്പം ഞാനും വിശാഖ് സാറും. നിങ്ങൾക്കറിയാം, ഇംഗ്ലീഷും മാത്സും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നറിയാം. ഇംഗ്ലീഷ് ഭദ്രമാണ്, വിശാഖ് സാറിൻ്റെ മാത്സ് ക്ലാസ്സും ഭദ്രമാണ്. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ എല്ലാ ക്ലാസ്സുകളും ഫ്രീ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആദ്യം തന്നെ പറയട്ടെ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമേ ഉണ്ടാകൂ. ഒരുപാട് പറഞ്ഞ് ഞാൻ വഷളാക്കുന്നില്ല. ഇൻട്രൊഡക്ഷൻ അല്ല നിങ്ങൾക്ക് വേണ്ടത്. ക്ലാസ് നല്ലതാണോ ചീത്തയാണോ എന്നറിയാൻ വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്, എനിക്കറിയാം. ഒരിക്കലും നിങ്ങൾ മോശമാണെന്ന് പറയില്ല. പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്ന 10 ചോദ്യങ്ങൾ, അനുബന്ധ കാര്യങ്ങൾ, ടിപ്സുകൾ പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇറ്റ് ഈസ് നോ യൂസ് ഡാഷ് മണി. ഇറ്റ് ഈസ് നോ യൂസ് എന്ന് പറയുന്നത് സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. യാതൊരു ഉപയോഗവുമില്ല. ശ്രദ്ധിക്കുക, ആദ്യം ടിപ്സ് അങ്ങ് പറഞ്ഞുതരാം. ഇറ്റ് ഈസ് നോ യൂസ്, ഇറ്റ് വാസ് നോ യൂസ്, ഇറ്റ് ഈസ് നോ ഗുഡ്, ഇറ്റ് വാസ് നോ ഗുഡ്, ഇറ്റ് ഈസ് വർത്ത്, ഇറ്റ് ഈസ് വർത്ത് വൈല്. എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് നോ യൂസ്, ഇറ്റ് വാസ് നോ യൂസ്, ഇറ്റ് ഈസ് നോ ഗുഡ്, ഇറ്റ് വാസ് നോ ഗുഡ്, ഇറ്റ് ഈസ് വർത്ത് വൈല്. ഇറ്റ് ഈസ് നോ യൂസ് യാതൊരു ഉപയോഗവുമില്ല. ഇറ്റ് വാസ് നോ യൂസ് യാതൊരു ഉപയോഗവും ഉണ്ടായിരുന്നില്ല. ഇറ്റ് ഈസ് നോ ഗുഡ് യാതൊരു നന്മയുമില്ല. ഇറ്റ് വാസ് നോ ഗുഡ് യാതൊരു നന്മയും ഉണ്ടായിരുന്നില്ല. ഇറ്റ് ഈസ് വർത്ത് അത് വിലപിടിപ്പുള്ളതാണ്, വാല്യബിൾ ആണ്. ഇറ്റ് ഈസ് വർത്ത് വൈൽ അത് സെയിം അർത്ഥം തന്നെയാണ്, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇത് സെന്റൻസിന്റെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന പ്രയോഗമാണ്. ഇവയ്ക്ക് ശേഷം ING അഥവാ ജെറണ്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇംഗ്ലീഷിലെ റൂള്. ഇനി നിങ്ങൾക്ക് ആൻസർ പറയാം. ഇറ്റ് ഈസ് നോ യൂസ് വേസ്റ്റിംഗ് മണി. പണം വേസ്റ്റ് ചെയ്യുന്നതിൽ യാതൊരു ഉപയോഗവുമില്ല. ഒന്നാമത്തെ ടിപ്പ് പഠിച്ചോ, ഒന്നാമത്തെ ചോദ്യം പഠിച്ചോ. 5-6 ചോദ്യം ചെയ്യുന്നതിൻ്റെ ഗുണം ചെയ്യും ഈ ഒരു ചോദ്യം. ഇറ്റ് ഈസ് നോ യൂസ്, ഇറ്റ് വാസ് നോ യൂസ്, ഇറ്റ് ഈസ് നോ ഗുഡ്, ഇറ്റ് വാസ് നോ ഗുഡ്, ഇറ്റ് ഈസ് വർത്ത് വൈൽ. ഇനി ജീവിതത്തിൽ മറക്കരുത് ഈ പ്രയോഗങ്ങൾ. അടുത്ത പരീക്ഷയ്ക്ക് വരാം, തുടക്കത്തിൽ വരാം, പിന്നെ ഡാഷ് വരും. ആൻസർ ING ആണ്. ബൈ ദിസ് ടൈം ടുമോറോ ഐ ഡാഷ് ടു ദുബായ്. ടെൻസ് ആണ്. നാളെ ഇതേ സമയത്ത് ഞാൻ ദുബായിലോട്ട് പറക്കുകയായിരിക്കും. വിൽ ഫ്ലൈ, വിൽ ബി ഫ്ലൈയിങ്, വിൽ ഹാവ് ഫ്ലോൺ, വിൽ ഹാവ് ബീൻ ഫ്ലൈയിങ്. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. 2 ടെൻസ് ഈസി ആയിട്ട് പഠിക്കാനുള്ളൊരു മാർഗം ഞാൻ 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞുതരാം. ബൈ ദിസ് ടൈം എന്താണ്? ബൈ ദിസ് ടൈം എന്ന പ്രയോഗത്തിന് ശേഷം ശ്രദ്ധിക്കണേ, ഒരു ഫ്യൂച്ചറിനെ കാണിക്കുന്ന വാക്ക്. ടുമോറോ, നെക്സ്റ്റ് ഡേ, നെക്സ്റ്റ് മന്ത്, നെക്സ്റ്റ് ഇയർ, നെക്സ്റ്റ് വീക്ക്, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ വരുമല്ലോ. ബൈ ദിസ് ടൈം ടുമോറോ, ബൈ ദിസ് ടൈം നെക്സ്റ്റ് ഡേ, ബൈ ദിസ് ടൈം നെക്സ്റ്റ് മന്ത്, ബൈ ദിസ് ടൈം നെക്സ്റ്റ് ഇയർ, ബൈ ദിസ് ടൈം നെക്സ്റ്റ് വീക്ക്. ബൈ ദിസ് ടൈമിന് ശേഷം ഫ്യൂച്ചറിനെ കാണിക്കുന്ന ഒരു ടൈം വേർഡ് വന്നാൽ ഒന്നുകിൽ വിൽ ബി ING, അല്ലെങ്കിൽ വിൽ ഹാവ് V3. എല്ലാവരും ശ്രദ്ധിക്കണേ. ടെൻസിൻ്റെ പേരൊന്ന് എഴുതാം. ഫ്യൂച്ചർ കണ്ടിന്യൂസ്, വിൽ ബി ING. ഫ്യൂച്ചർ പെർഫെക്റ്റ്, വിൽ ഹാവ് V3. പേരറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, പരീക്ഷാ ഹാളിൽ ഇരിക്കുന്നവർ. ബൈ ദിസ് ടൈമിന് ശേഷം ഫ്യൂച്ചറിനെ കാണിക്കുന്ന ഒരു ടൈം വേർഡ് വന്നാൽ ഒന്നുകിൽ വിൽ ബി ING അല്ലെങ്കിൽ വിൽ ഹാവ് V3. ബാക്കി 2 വെട്ടിക്കളയാം.
ഇത് സിമ്പിൾ ഫ്യൂച്ചറും ഇത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അത് രണ്ടും വരത്തില്ല. ഇത് രണ്ടും വരും. വിൽ ബി ഫ്ലൈയിങ് അല്ലെങ്കിൽ വിൽ ഹാവ് ഫ്ലോൺ. ഫ്ലോൺ ആണ് ഫ്ലൈയുടെ V3. ഇനി അതിലേതാന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അർത്ഥം അറിയണം, യൂസ് അറിയണം. നാളെ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇതേ സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ വിൽ ബി ING. നാളെ ഇതേ സമയത്ത് അല്ലെങ്കിൽ അടുത്ത വർഷം ഇതേ സമയത്ത് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കണം, കഴിഞ്ഞിട്ടില്ല. എന്നാൽ അടുത്ത വർഷമോ നാളെയോ ഇതേ സമയത്ത് ആ ആക്ഷൻ കഴിഞ്ഞിരിക്കും എന്നാണ് പറയുന്നതെങ്കിൽ ആൻസർ വിൽ ഹാവ് V3 ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ബൈ ദിസ് ടൈം ടുമോറോ ഐ വിൽ ബി ഫ്ലൈയിങ് ടു ദുബായ്. അതാണ് ശരി ഉത്തരം. കാരണം നാളെ ഇതേ സമയത്ത് ഞാൻ ദുബായിലോട്ട് പറന്നുകൊണ്ടിരിക്കുകയായിരിക്കും. നാളെ ഇതേ സമയത്ത് കണ്ടിന്യൂസ് നടക്കാമെന്ന കാര്യമോ ഐ വിൽ ഹാവ് ഫ്ലോൺ ടു ദുബായ് എന്ന് പറയത്തില്ല. കാരണം ആ ഒരു പ്രയോഗം തെറ്റാണ്. ഇനി ഇപ്പോൾ ഉദാഹരണത്തിന് വേറൊരു ചോദ്യം. ബൈ ദിസ് ടൈം ടുമോറോ ഐ ഡാഷ് ദ വർക്ക്. നാളെ ഇതേ സമയത്ത് ഞാൻ വർക്ക് എന്തായിരിക്കും? ബൈ ദിസ് ടൈം ടുമോറോ ഐ ഡാഷ് ദ വർക്ക്. വിൽ ബി കംപ്ലീറ്റിംഗ് ആണോ വിൽ ഹാവ് കംപ്ലീറ്റഡ് ആണോ? അത് രണ്ടേ വരൂ, ബാക്കി രണ്ട് ഓപ്ഷൻ കളയാം. വിൽ ബി കംപ്ലീറ്റിംഗ് ആണോ വിൽ ഹാവ് കംപ്ലീറ്റഡ് ആണോ? നിങ്ങൾ പറ. ആൻസർ വിൽ ഹാവ് കംപ്ലീറ്റഡ്. എന്താ? നാളെ ഇതേ സമയത്ത് കംപ്ലീറ്റിംഗ് ആയിരിക്കുമെന്നല്ല, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കും എന്നാണ്. അടുത്ത വർഷം ഇതേ സമയത്ത് ഞാൻ ജോലി വാങ്ങിച്ചിരിക്കും. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ബൈ ദിസ് ടൈം നെക്സ്റ്റ് ഇയർ ഐ വിൽ ഹാവ് ഗോട്ട് എ ജോബ്. കഴിയുന്ന കാര്യം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ടെൻസിൻ്റെ പേര് മറക്കണ്ട. ഇത് ഫ്യൂച്ചർ കണ്ടിന്യൂസും ഇത് ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഓക്കെ, രണ്ട് ടെൻസ് സെറ്റായി. എപ്പോഴും ചോദിക്കുന്നു ഇറ്റ് ഈസ് ടൈം ഐ ഡാഷ് ക്രിക്കറ്റ്. നമ്മുടെ നാട്ടിൽ ആൾക്കാർ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, കല്യാണം കഴിക്കാനുള്ള സമയമായിരിക്കുന്നു, കല്യാണം കഴിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു, കല്യാണം കഴിക്കാനുള്ള സമയം ഏകദേശം ആയിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിന് 3 പ്രയോഗങ്ങളാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. അതിലൊന്ന് ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് എബൌട്ട് ടൈം. സമയം അതിക്രമിച്ചിരിക്കുന്നു, സമയം ആയിരിക്കുന്നു, സമയം ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് ആ പ്രയോഗം വരുന്നത്. ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് എബൌട്ട് ടൈം. എങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്? ഇതിന് 3 ഒറ്റ റൂളാണ്. ശ്രദ്ധിച്ച് കേൾക്കണം, എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. 2 വന്നാൽ വെർബിൻ്റെ ബേസ് ഫോം, 4 വന്നാൽ ING, ഒരു സബ്ജക്റ്റ് ആണ് വരുന്നതെങ്കിൽ V2. നല്ലവണ്ണം മനസ്സിലാക്കി. ഇത് 3നും ബാധകമാണ്. ഇത് 3 3നും ബാധകമാണ്. ഇത് 3, അതായത് 3നും ഒറ്റ റൂളാണ്. ഈ 3 പ്രയോഗങ്ങൾക്ക് ശേഷം 2 വന്നാൽ വെർബിൻ്റെ ബേസ് ഫോം, 4 വന്നാൽ ING, സബ്ജക്റ്റ് ആണ് വരുന്നതെങ്കിൽ V2 അഥവാ പാസ്റ്റ്. നോക്കിയോണേ, ഇറ്റ് ഈസ് ടൈം ടു ഡാഷ്, ഇറ്റ് ഈസ് ഹൈ ടൈം ഫോർ ഡാഷ്, ഇറ്റ് ഈസ് എബൌട്ട് ടൈം ഐ ഡാഷ്. ഒന്ന് പറഞ്ഞേ. ഇറ്റ് ഈസ് ടൈം ടു ഡാഷ്, ഇറ്റ് ഈസ് ടൈം ഫോർ ഡാഷ്, ഇറ്റ് ഈസ് എബൌട്ട് ടൈം ഐ ഡാഷ്. അല്ലെങ്കിൽ എങ്ങനെ ആയിക്കോട്ടെ പറയാമോ? ഓപ്ഷൻ പ്ലേ, പ്ലേയിങ്, പ്ലേയിഡ്. ഒന്ന് പറയാമോ? ഇറ്റ് ഈസ് ടൈം ടു പ്ലേ, സോറി, ഇറ്റ് ഈസ് ടൈം ടു പ്ലേ, ഇറ്റ് ഈസ് ടൈം ഫോർ ING, പ്ലേയിങ്, ഇറ്റ് ഈസ് ടൈം ഐ പ്ലേയിഡ്, ഇറ്റ് ഈസ് ടൈം ഐ പ്ലേയിഡ് ക്രിക്കറ്റ്. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് എബൌട്ട് ടൈം, ഈ പ്രയോഗങ്ങൾക്ക് ശേഷം 2 വന്നാൽ വെർബിൻ്റെ ബേസ് ഫോമും 4 വന്നാൽ INGയും സബ്ജക്റ്റ് ആണ് വരുന്നതെങ്കിൽ V2 അഥവാ പാസ്റ്റ് വെർബ് ഉപയോഗിക്കാം. ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. വുഡ് യു മൈൻഡ് ഡാഷ് ദ ലെറ്റർ. ഒരുപാട് തവണ ഞാൻ ആവർത്തിച്ചതാ, എങ്കിലും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുക. വുഡ് യു മൈൻഡ് എന്ന് പറയുന്ന പ്രയോഗം ഒരു റിക്വസ്റ്റ് കാണിക്കുന്നു. വുഡ് യു മൈൻഡിൽ തുടങ്ങുന്ന സെനൻസ് എപ്പോഴും ഒരു ചോദ്യമായിരിക്കും, പക്ഷേ റിക്വസ്റ്റ് ആണ് കാണിക്കുന്നത്. ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആണ്, പക്ഷെ കാണിക്കുന്നത് ഒരു റിക്വസ്റ്റ്, അപേക്ഷയാണ്. വുഡ് യു മൈൻഡ് പോസ്റ്റിംഗ് ദി ലെറ്റർ. ലെറ്റർ പോസ്റ്റ് ചെയ്യുന്നതിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നാണ്. ഇനി ശ്രദ്ധിക്കുക, വുഡ് യു മൈൻഡ് 6 പ്രയോഗങ്ങൾക്ക് ശേഷമാണ് ING ജെറണ്ട് ഉപയോഗിക്കുന്നത്. ലുക്ക് ഫോർവേഡ് ടു, വിത്ത് എ വ്യൂ ടു, ഒബ്ജക്റ്റഡ് ടു, അക്കസ്റ്റംഡ് ടു, എഴുതി വെച്ച് പഠിച്ചോണം, ഇൻസിസ്റ്റഡ് ഓൺ. ഈ പ്രയോഗങ്ങൾക്ക് ശേഷം ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് ING. വെറും ING അല്ല, ജെറണ്ട്. ING ഫോം നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ജെറണ്ട്.
ആൻസർ വുഡ് യു മൈൻഡ് പോസ്റ്റിംഗ് ദ ലെറ്റർ. ഇനി ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാം. വുഡ് യു മൈൻഡ് പോസ്റ്റിംഗ് ദ ലെറ്റർ, ലെറ്റർ പോസ്റ്റ് ചെയ്യുന്നതിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് വെച്ചാൽ ഈ ലെറ്റർ ഒന്ന് പോസ്റ്റ് ചെയ്യാമോ, റിക്വസ്റ്റ് ആണ്, പൊളൈറ്റ് ആണ്. ലുക്ക് ഫോർവേഡ് ടു, അർത്ഥം എക്സ്പെക്ട്. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു സീയിങ് യു, നിന്നെ കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. സീ യു അല്ല, ടു സീയിങ് യു. ടുവിന് ശേഷമാണെങ്കിലും ഐ എൻ ജി ഉപയോഗിക്കും. വിത്ത് എ വ്യൂ ടു, ഒരു വ്യൂവോട് കൂടി. അവനിവിടെ വന്നിരിക്കുന്നത് നിന്നെ കൊല്ലാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഹീ കെയിം ഹിയർ വിത്ത് എ വ്യൂ ടു കില്ലിങ് യു, കൊല്ലുക. ടു കില്ലല്ല, ടു കില്ലിങ്. ഒബ്ജക്റ്റഡ് ടു, എതിർക്കുക. മൈ ഫാദർ ഒബ്ജക്റ്റഡ് മീ ടു സ്മോക്ക് അല്ല, മൈ ഫാദർ ഒബ്ജക്റ്റഡ് മീ ടു സ്മോക്കിംഗ്. അക്കസ്റ്റംഡ് ടു, ശീലമാണ്, പതിവാണ്. നിങ്ങൾ വഴിയിലൂടെ പോകുമ്പോൾ സുഹൃത്ത് കാറ് കൊണ്ട് നിർത്തിയിട്ട് വരൂ ലിഫ്റ്റ് തരാം, നിങ്ങൾ പറയും നോ, ഐ ആം അക്കസ്റ്റംഡ് ടു വാക്കിംഗ്. വാക്കല്ല, വാക്കിംഗ്. എനിക്ക് നടന്ന് ശീലമാണ്, പതിവാണ്. ഇൻസിസ്റ്റഡ് ഓൺ, എന്നെ വയലിൻ വായിക്കാൻ നിർബന്ധിച്ചു. ഹീ ഇൻസിസ്റ്റഡ് മീ ഓൺ, പ്ലേ വയലിൻ അല്ല, ഹീ ഇൻസിസ്റ്റഡ് മീ ഓൺ പ്ലേയിങ് വയലിൻ എന്ന് പറയും. വുഡ് യു മൈൻഡ് ലുക്ക് ഫോർവേഡ് ടു വിത്ത് എ വ്യൂ ടു ഒബ്ജക്റ്റഡ് ടു അക്കസ്റ്റംഡ് ടു ഇൻസ്റ്റോൾ, ശേഷം ഐ എൻ ജി ഉപയോഗിക്കണം. ഐ ആം ബിസി, ക്വസ്റ്റ്യൻ്റെ ആകെ സൂപ്പർ ചോദ്യമാണ്. ഐ ആം എന്നും പറഞ്ഞു വരികയും സെൻറ്റൻസ് പോസിറ്റീവ് ആകുകയും ചെയ്താൽ ആമിൻ്റെ അല്ല ആറിൻ്റെ എന്നാണ് ടാഗ് വരുന്നത്. ആറിൻ്റെ, അതാണ് ശരി. എന്നാൽ അയാം വരുന്ന സെൻറ്റൻസുകളിൽ നെഗറ്റീവ് വേർഡ് ഉണ്ടെങ്കിൽ ഏതായാലും മതി. നോട്ട്, നത്തിങ്, നെയ്തർ, ലിറ്റിൽ, ഫ്യൂ, ഏത് വന്നാലും ആമൈ ആണ്. അങ്ങനെയാണെങ്കിൽ പറ, ഐ ആം ബിസി, ആൻസർ ആറിൻ്റെ, നമ്മുടെ ഉത്തരം ആറിൻ്റെ. ഐ ആം ലിറ്റിൽ ലേറ്റ്, ആൻസർ ആമൈ. എന്തുകൊണ്ട് ആമൈ? ലിറ്റിൽ എന്ന് പറഞ്ഞാൽ നോട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഐ ആം എ ലിറ്റിൽ ലേറ്റ്. ടാഗ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ മെയിൻ ചാനലിലെ പ്ലേലിസ്റ്റിൽ 25 ക്ലാസ് കിടപ്പുണ്ട്. ഇതുപോലത്തെ ടിപ്സ് ക്ലാസ്സുകളാണ്, പറ്റുമെങ്കിൽ കാണണം. 2 CSCBക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയ ഒരു ഇംഗ്ലീഷ് ബുക്കുണ്ട്, ടെമ്പസ് എന്ന് പറയുന്നൊരു ബുക്ക്. എൻ്റെ ഉദ്യോഗാർത്ഥികൾ മാത്രമാണ് അത് വാങ്ങിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് അത് വാങ്ങിക്കുന്നുണ്ട്. ഒരുപാട് ടിപ്സുകൾ, 300-600ഓളം ടിപ്സുകളും ഇംഗ്ലീഷ് ഗ്രാമർ മൊത്തം അതിനകത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബുക്കിൻ്റെ പേര് ടെമ്പസ്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 9847928178 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യണം. ബുക്ക് ഡീറ്റെയിൽസ് വാട്സപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് വരുന്ന പരീക്ഷകൾക്ക് അതൊരു മുതൽക്കൂട്ടായിരിക്കും. ഇംഗ്ലീഷ് ഏത് ലെവലിൽ ചോദിച്ചാലും ഉത്തരവെഴുതാൻ സാധിക്കും. ഇതുപോലുള്ള ടിപ്സുകളാണ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ക്ലാസ്സിലേക്ക് തിരിച്ചു വരുന്നു. അയാം വന്നാൽ ആറിൻ്റെ, അയാം നോട്ടെന്നോ നെഗറ്റീവോ വന്നാൽ ആമൈ. ഇനി കേട്ടോണേ, സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻ ടാഗ് പറഞ്ഞുതരാം. ഐ യൂസ്ഡ് ടു പ്ലേ ക്രിക്കറ്റ്. യൂസ്ഡ് ടു വന്നാൽ ഡിഡിൻറ്റ്, ഡിഡിൻറ്റ് ഐ. യൂസ്ഡ് ടു ഇംഗ്ലീഷിലെ ഒരു സഹായക്രിയ. പക്ഷേ യൂസ്ഡ് ടു വന്നാൽ യൂസ്ഡ് ടു ഉപയോഗിക്കത്തില്ല, പകരം ഡിഡിൻറ്റ് ഉപയോഗിക്കണം. അപ്പോൾ അടുത്ത ടിപ്പ് പഠിച്ചോ. യൂസ്ഡ് ടു വന്നാൽ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഉത്തരത്തിൽ ഡിഡിൻറ്റ് എന്ന് വരും. പ്രോനൗണും കൂടെ എഴുതണം ഐ. അടുത്ത ഐ വിൽ ഹാവ് ഡൺ ഇറ്റ്. 2 സഹായക്രിയ വന്നാൽ ഒരെണ്ണം മതിയല്ലോ ക്വസ്റ്റ്യൻ ടാഗ് എഴുതാൻ. ഒരു സെൻറ്റൻസിൽ ഒന്നിൽ കൂടുതൽ സഹായക്രിയ വന്നാൽ ടാഗ് എഴുതാൻ ആദ്യത്തെ സഹായക്രിയ മാത്രം ഉപയോഗിക്കുക. ഹാവ് ഉപയോഗിക്കരുത്. വില്ല്, വില്ല് വരുമ്പോൾ വോണ്ട്, നെഗറ്റീവ് ആക്കണമല്ലോ, വോണ്ടായി. ഇത് 3 എപ്പോഴും ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ്. ഈ വിൽ ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ്, മസ്റ്റ് ഹാവ്, മൈറ്റ് ഹാവ്, ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഒരിക്കലും ഹാവ് ഉപയോഗിക്കരുത്. വുഡ്, ഷുഡ്, കുഡ്, മറ്റൊരു മോഡൽ ഓക്സിലറി വെർബ് ആയിരിക്കും ആദ്യം വരുന്നത്. അത് ഉപയോഗിച്ച് ചെയ്യണം എന്നാണ് അർത്ഥം. നെക്സ്റ്റ്, ബിഫോർ ഐ ഡാഷ് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ഓപ്ഷൻ റീച്ച്, റീച്ച്ഡ്, ഹാഡ് റീച്ച്ഡ്. എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ടെൻസാണ് പാസ്റ്റ് പെർഫെക്റ്റ്. എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ്? പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ടെൻസ് പോലും അറിയാതെ ഉത്തരം എഴുതാൻ പറ്റും. ബിഫോർ, ആഫ്റ്റർ, ബൈ ദ ടൈം. പിന്നുള്ളത് വെന്ന. വെൻ ഓപ്ഷണലാ, ഇതിനകത്ത് തന്നെ വരണമെന്നില്ല, വേറെ പലതിലും വെൻ വരുന്നുണ്ട്. എന്തുവാ പറഞ്ഞേ? ബിഫോർ, ആഫ്റ്റർ, ബൈ ദ ടൈം, വെൻ. ഇവ ചേർത്ത്, എന്താണ്? ബിഫോർ, ആഫ്റ്റർ, ബൈ ദ ടൈം, വെൻ, ഇവ ചേർത്ത് 2 ഭൂതകാല സംഭവങ്ങളെ, പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെ, കഴിഞ്ഞ കാര്യങ്ങളെ, 2 കാര്യങ്ങളെ
ഒരു സെൻറ്റൻസിൽ ഒന്നിച്ച് ചേർക്കുമ്പോൾ, അപ്പോൾ കണക്റ്റിംഗ് വേർഡായിരിക്കും, ഒന്നിച്ച് ചേർക്കുമ്പോൾ നടന്ന ക്രമത്തിൽ, ആ സംഭവം നടന്ന ക്രമത്തിൽ ആദ്യം നടന്ന സംഭവം, ആദ്യത്തെ സെൻറ്റൻസ് അല്ല, ആദ്യം നടന്ന സംഭവം പറ ഹാഡ് പ്ലസ് V3യിലും രണ്ടാമത്തെ സംഭവം V2 അഥവാ സിമ്പിൾ പാസ്റ്റിലും എഴുതണം. ടെൻസിൻ്റെ പേര് പറയാം. ഇത് പാസ്റ്റ് പെർഫെക്റ്റും ഇത് സിമ്പിൾ പാസ്റ്റ്. ഇത് പാസ്റ്റ് പെർഫെക്റ്റും ഇത് സിമ്പിൾ പാസ്റ്റ്. ഭൂതകാലത്തിലെ രണ്ട് സംഭവങ്ങളെ ബിഫോർ ആഫ്റ്റർ ബൈ ദ ടൈം വെൻ ഇവ ചേർത്ത് കണക്ട് ചെയ്യുമ്പോൾ നടന്ന ക്രമത്തിൽ ആദ്യം നടന്ന സംഭവം ഹാഡ് പ്ലസ് V3യിലും രണ്ടാമത്തെ സംഭവം V2 അഥവാ സിമ്പിൾ പാസ്റ്റിലും എഴുതണം. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പേ ട്രെയിൻ പോയിരുന്നു. നമ്മൾ പറയാറുണ്ട്, ഞാൻ കല്യാണത്തിന് എത്തിയപ്പോഴേക്കും കല്യാണം കഴിഞ്ഞിരുന്നു. ഈ കഴിഞ്ഞിരുന്നു എന്ന് പറയുന്നതായിരിക്കും ആദ്യം നടന്നത്. കല്യാണം കഴിഞ്ഞത് ആദ്യം നടന്നത്, രണ്ടാമതാണ് ഞാൻ അവിടെ എത്തിയത്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയിരുന്നു. ആദ്യം നടന്നത് ഏതാ? ട്രെയിൻ പോയിരുന്നു. അത് ഹാഡ് പ്ലസ് V3. അവിടെ ഉണ്ട് ഹാഡ് ലെഫ്റ്റ്. രണ്ടാമത്തത് ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി, അത് V2. ഇത് V1, ഇത് V2, ഇത് ഹാഡ് V3. ഇനി പറ ഏതാ ഉത്തരം? റീച്ച്ഡ്. ബിഫോർ ആഫ്റ്റർ ബൈ ദ ടൈം വെൻ ഇവ ചേർത്ത് ഭൂതകാലത്തിലെ രണ്ട് സംഭവങ്ങളെ കണക്ട് ചെയ്യുമ്പോൾ ആദ്യം നടന്ന സംഭവം ഹാഡ് പ്ലസ് V3യിലും രണ്ടാമത്തെ സംഭവം V2യിലും എഴുതുക. ഒരു കാരണവശാലും മറന്നു പോരുത്. പ്രിയ സുഹൃത്തുക്കളെ, കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് മാത്രം നിങ്ങൾ വിഷമം കാണിക്കരുത്. അത് നിങ്ങൾക്കും ഞങ്ങൾക്കും ഒരുപോലെ ഗുണപ്രദമാണ്. കൂടുതൽ ഗുണപ്രദം നിങ്ങൾക്കാണ്. അത് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇംഗ്ലീഷൊക്കെ പുഷ്പം പോലെ പഠിപ്പിച്ചു തരും. അതുപോലെ തന്നെ മാത്സ്, അതേപോലെ ചിപ്പി മിസ്സിൻ്റെ CSCB ക്ലാസ്സുകൾ, അത് നിങ്ങൾക്ക് കോർ കൈകാര്യം ചെയ്യുന്ന ടീച്ചറാണ്. അത് ഇന്ന് തന്നെ വേറൊരു വീഡിയോ ടീച്ചറുടേതായിട്ട് വരുന്നുണ്ട്. ഓക്കെ. ബിഫോർ ദ ഡോക്ടർ അറൈവ്ഡ് ദ പേഷ്യൻറ്റ് ഹാഡ് ഡൈഡ്. ഡോക്ടർ വരുന്നതിന് മുമ്പേ രോഗി മരിച്ചിരുന്നു. ആദ്യം നടന്ന രോഗി മരിച്ചു, ഹാഡ് ഡൈഡ്. പിന്നാണ് ഡോക്ടർ അറൈവ്ഡ്. പഠിച്ചു വെക്ക്. നെക്സ്റ്റ്. നോ സൂണർ ഡാഷ് റീച്ച് ദ സ്റ്റേഷൻ ദാൻ ദ ട്രെയിൻ ലെഫ്റ്റ്. ഡിഡ് ഹി ഡിഡ്. വലിയ സംഭവമാണെന്ന് തോന്നിക്കുന്ന ഒരു ചോദ്യം. ഞാനിതിൻ്റെ ടിപ്സ് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ സിമ്പിളാണെന്ന് മനസ്സിലാക്കും. എപ്പോഴും ആവർത്തിക്കുന്ന ചോദ്യം. ഒന്ന് ശ്രദ്ധിച്ചേ. നോ സൂണർ, ഹാർഡ്ലി, സ്കർട്സ്ലി, ശ്രദ്ധിക്കണേ, റെയർലി, ബെയർലി. നിങ്ങളിപ്പം മനസ്സിൽ പറയുമായിരിക്കും നെഗറ്റീവ് വേർഡ്സ്. നോ സൂണർ, ഹാർഡ്ലി, സ്കർട്സ്ലി, റെയർലി, ബെയർലി, സെൽഡം, ലിറ്റിൽ, ഫ്യൂ, നോർ. എന്ത് മനസ്സിലായി? അപ്പോൾ നിങ്ങൾ മനസ്സിൽ പറയാം, സാറ് കുറേ നെഗറ്റീവ് വേർഡ്സ് എഴുതി വച്ചിരിക്കുന്നു. നോ സൂണർ, ഹാർഡ്ലി, സ്കർട്സ്ലി, റെയർലി, ബെയർലി, സെൽഡം, ലിറ്റിൽ, ഫ്യൂ, നോർ. ഇതെല്ലാം നെഗറ്റീവ് വേർഡ്സ് ആണ്, സമ്മതിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം പറയാം. ഇത് സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ വന്നാൽ ഇവ കൺജങ്ഷനാണ്. എന്താണ്? കൺജങ്ഷനാണ്. നോ സൂണർ കൺജങ്ഷനാണ്. നോ സൂണർ വന്നാൽ ദാൻ ഉപയോഗിക്കും. അതും ഒരു മാർക്കിന് ചോദിക്കുന്ന കേട്ടോ. ദാനിൻ്റെ ഭാഗത്തും ഡാഷ് ഇടും. നോ സൂണറിൻ്റെ കൂടെ എപ്പോഴും ദാനാ, എപ്പോഴും ഒട്ടി നിൽക്കും. നോ സൂണർ ദാൻ. ഇവ തുടക്കത്തിൽ വന്നാൽ കൺജങ്ഷനാ. അത് ഫ്യൂ ആയാൽ പോലും ആദ്യം വന്നാൽ കൺജങ്ഷനാ. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ വാക്കുകൾ ആദ്യം വന്നാൽ അതിന് ശേഷം ആദ്യം ഒരു ഓക്സിലറി വെർബ് എഴുതിയിട്ടേ സബ്ജക്റ്റ് എഴുതാവുള്ളൂ. തിരിച്ചെഴുതരുത്. തിരിച്ചാ യഥാർത്ഥത്തിൽ എല്ലായിടത്തും എഴുതാം, സബ്ജക്റ്റ് കഴിഞ്ഞ ഓക്സിലറി വെർബ്. പക്ഷേ ഇവ വന്നാൽ ആദ്യം ഓക്സിലറി വെർബ് പിന്നെ സബ്ജക്റ്റ്. ഉത്തരം കിട്ടി. ഡിഡ് ഹി ആണോ ഹി ഡിഡ് ആണോ? ഹി ഡിഡ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബാണ്. എന്നാൽ ഡിഡ് ഹി എന്ന് പറയുമ്പോൾ ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റാണ്. ആൻസർ ഏത് വരും? ഡിഡ് ഹി. ഇനി ജീവിതത്തിൽ മറക്കരുത്, നെയ്തറും ഉണ്ട് കേട്ടോ. നെയ്തറും ഉണ്ട് കേട്ടോ. നെയ്തർ ഡാഷ്. ഹീ ക്യാൻ ആണോ ക്യാൻ ഹി ആണോ? പറയാമോ? നെയ്തർ ഹീ ക്യാൻ ആണോ നെയ്തർ ക്യാൻ ഹി ആണോ? ക്യാൻ ഹി. നോ സൂണർ, ഹാർഡ്ലി, സ്കർട്സ്ലി, റെയർലി, ബെയർലി, സെൽഡം, ലിറ്റിൽ, ഫ്യൂ, നോർ, നെയ്തർ. ഇവ സെനൻസിൻ്റെ തുടക്കത്തിൽ വന്നാൽ അതിനുശേഷം ആദ്യം ഓക്സിലറി വെർബ് പിന്നെ സബ്ജക്റ്റ്. എപ്പോഴും ചോദിക്കുന്ന ഇനി ജീവിതത്തിൽ ഇത് കയ്യിൽ നിന്ന് പോകരുത്. ഒരു മാർക്ക് കൊണ്ട് ചിലപ്പോൾ ജോലി കിട്ടും. ഇറ്റ് ഈസ് ഗുഡ് ഡാഷ് ക്രിക്കറ്റ്. കുറച്ച് മുമ്പ് പഠിച്ചതാ. ഇറ്റ് ഈസ് നോ ഗുഡ്, ഇറ്റ് ഈസ് നോ യൂസ്, ഇറ്റ് ഈസ്, ഓർമ്മയുണ്ടോ? അതല്ല ഇത്. അത് നോ ഉള്ളത്. ഇറ്റ് ഈസ് നോ ഗുഡ്, ഇറ്റ് വാസ് നോ ഗുഡ്, ഇറ്റ് ഈസ് നോ യൂസ്, ഇറ്റ് വാസ് നോ യൂസ്. ഓർമ്മയുണ്ടോ? ING ഉപയോഗിക്കുന്നത് പഠിച്ചിട്ട് തുടക്കത്തിൽ. അതല്ല ഇത്. ഇത് നോ ഇല്ല.
ആണോണേ? ഇറ്റ് ഈസ് ഗുഡ്, നല്ലതാണെന്ന് പറയുക. ഇത് നല്ലതാണ്, ഇറ്റ് ഈസ് ഗുഡ്. പാസ്റ്റ്, ഇറ്റ് വാസ് ഗുഡ്. പാസ്റ്റ് എഴുതാം, ഞാൻ ഇനി പാസ്റ്റ് എഴുതില്ല. ഇറ്റ് ഈസ് ബാഡ്, ഇറ്റ് വാസ് ബാഡ് എന്നും എഴുതാം. ഇറ്റ് ഈസ് ഈസി, ഇറ്റ് വാസ് ഈസി എന്നും എഴുതാം. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്, ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് എന്നും എഴുതാം. എഴുതി വന്നാൽ ഒത്തിരി ഉണ്ട്, ഞാൻ ആ വാസുള്ളതെല്ലാം ഒഴിവാക്കിയതാണ്. ഇറ്റ് ഈസ് ഗുഡ്, ഇറ്റ് വാസ് ഗുഡ്. ഇറ്റ് ഈസ് ബാഡ്, ഇറ്റ് വാസ് ബാഡ്. ഇറ്റ് ഈസ് ഈസി, ഇറ്റ് വാസ് ഈസി. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്, ഇറ്റ് വാസ് ഡിഫിക്കൽട്ട്. ഇറ്റ് ഈസ് ഗുഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗുഡ് ടു പ്ലേ ക്രിക്കറ്റ്. ക്രിക്കറ്റ് കളിക്കുന്നത് എളുപ്പമാണ്. ഇറ്റ് ഈസ് ബാഡ് ടു ഹർട്ട് അതേഴ്സ്, മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുന്നത് ബാഡാണ്. ഇറ്റ് ഈസ് ഈസി ടു ലേൺ ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് പഠിക്കുന്നത് ഈസിയാണ്. അത് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇംഗ്ലീഷ് പഠിക്കുന്നത് ഈസിയാണ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ലേൺ ഫ്രഞ്ച്. ഈ പ്രയോഗങ്ങൾ തുടക്കത്തിൽ വന്നാൽ അതിനുശേഷം 2+ വെർബിൻ്റെ ബേസ് ഫോം. ഇറ്റ് ഈസ് ഗുഡ്, ഇറ്റ് ഈസ് ബാഡ്, ഇറ്റ് ഈസ് ഈസി, ഇറ്റ് വാസ് ഈസി, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. പ്രയോഗങ്ങൾക്ക് ശേഷം 2+ വെർബിൻ്റെ ബേസ് ഫോം. ആൻസർ ടു പ്ലേ ക്രിക്കറ്റ്. നേരത്തെ പഠിച്ച എന്തുവായിരുന്നു? ഇറ്റ് ഈസ് നോ ഗുഡ്, ഇറ്റ് വാസ് നോ ഗുഡ്, ഇറ്റ് ഈസ് നോ യൂസ്, ഇറ്റ് വാസ് നോ യൂസ്, ഇറ്റ് ഈസ് നോ ഗുഡ്, ഇറ്റ് വാസ് നോ ഗുഡ്, ഇറ്റ് ഈസ് വർത്ത് വൈൽ ING. ഇവിടെ നോ ഇല്ലെന്നേ ഉള്ളൂ. ഈസിയും ഡിഫിക്കൽട്ടൂടെ ക്വയറി വരും. നോ ഇല്ല, നോ വരാൻ പാടില്ല. ടു പ്ലേ, ടു കണ്ട, മറന്നു പോകരുത്. നെക്സ്റ്റ്, ഐ പ്രിഫർ ടീ ഡാഷ് കോഫി. ഒത്തിരി തവണ പറഞ്ഞതാ. പ്രിഫർ, എനിക്ക് കോഫിയേക്കാൾ ചായയാണ് ഇഷ്ടം. ഐ പ്രിഫർ, റഫർ, ജൂനിയർ, സീനിയർ, ഇൻഫീരിയർ. 12ഓളം വാക്കുണ്ട്. 12 ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ ഗുണം ചെയ്യും. സുപ്പീരിയർ, ആൻറ്റീരിയർ, പോസ്റ്റീരിയർ, എൽഡർ, ഇൻജൂറിയസ്. ഇവയ്ക്ക് ശേഷം ടു ഉപയോഗിക്കണം. ഇവയ്ക്ക് ശേഷം പ്രിപ്പോസിഷൻ ടു ഉപയോഗിക്കണം. ഐ പ്രിഫർ ടീ ടു കോഫി. റെഫർ ടു, ഹീ ഈസ് ജൂനിയർ ടു മീ. അവൻ എന്നെക്കാൾ ജൂനിയറാണ്. ഹീ ഈസ് സീനിയർ ടു മീ. ഹീ ഈസ് ഇൻഫീരിയർ ടു യു. ഹീ ഈസ് സുപ്പീരിയർ ടു യു. ആൻറ്റീരിയർ ടു, പോസ്റ്റീരിയർ ടു. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്നല്ലേ പറയുന്നത്. ഹീ ഈസ് എൽഡർ ഡാഷ് മീ. എപ്പോഴും ചോദിക്കുന്നതാ, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ചോദിക്കും. ആൻസർ എൽഡർ ദാൻ അല്ല, എൽഡർ ടു. എല്ലാവരും ദാൻ എഴുതി വെക്കും. എന്നാൽ ഹീ ഈസ് ഓൾഡർ ഡാഷ് മീ. രണ്ടും ഒരേപോലെ, പക്ഷെ ഇവിടെ ദാനാ. എൽഡറിന് ശേഷം ടൂവും ഓൾഡറിന് ശേഷം ദാനും ഉപയോഗിക്കണം. പഠിച്ച പ്രിഫർ, റെഫർ, ജൂനിയർ, സീനിയർ, ഇൻഫീരിയർ, സുപ്പീരിയർ, ആൻറ്റീരിയർ, പോസ്റ്റീരിയർ, എൽഡർ, ഇൻജൂറിയസ്. ഇവയ്ക്ക് ശേഷം ടു ഉപയോഗിക്കണം. എന്നാൽ എൽഡറിന് ശേഷം ടു ആണെങ്കിൽ ഓൾഡറിന് ശേഷം ദാൻ ഉപയോഗിക്കണം. ജീവിതത്തിൽ മറക്കരുത്. സെറ്റ് ഔട്ട് മീൻസ്, കണ്ടോ, സെറ്റ് ചേർത്ത് വരുന്ന 5 ഫ്രേസിൽ ഓർമ്മ. സെറ്റിൻ, സെറ്റ് അബൌട്ട്, സെറ്റ് അപ്പ്, സെറ്റ് ഓഫ്, സെറ്റ് ഔട്ട്. ജീവിതത്തിൽ മറക്കരുത്. സെറ്റിൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ബിഗിൻ. സെറ്റ് അബൌട്ട് സ്റ്റാർട്ട്, സെറ്റപ്പ് സ്റ്റാർട്ട്, സെറ്റ് ഓഫ് സ്റ്റാർട്ട്, സെറ്റ് ഔട്ട് സ്റ്റാർട്ട്. ഫ്രേസൽ ഓർബ് തലകുത്തി കിടന്ന് പഠിക്കുന്ന ആൾക്കാരൊക്കെ ഒരു സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. സെറ്റ് ചേർത്ത് വരുന്ന 5 ഫ്രേസൽ ഓർബിൻ്റെ അർത്ഥം സ്റ്റാർട്ട് എന്ന്. തുടങ്ങുക, ബിഗിൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട്. ഇൻ കേരള മൺസൂൺ സെറ്റ്സ് ഇൻ ജൂൺ. കേരളത്തിൽ മൺസൂൺ തുടങ്ങുന്നത് ജൂൺ മാസത്തിലാണ്. സെറ്റ് അബൌട്ട് സ്റ്റാർട്ട്, സെറ്റപ്പ് സ്റ്റാർട്ട്. വ്യത്യാസമുണ്ട്. ഒരു സംരംഭം തുടങ്ങുക. മൈ ബ്രദർ സെറ്റപ്പ് എ ന്യൂ ഷോപ്പ് അറ്റ് കോട്ടയം. സെറ്റ് ഓഫ് യാത്ര തുടങ്ങുക. സെറ്റ് ഔട്ടും യാത്ര തുടങ്ങുക. എല്ലാം തുടങ്ങുകയാണ്, അത്രയേ ഉള്ളൂ. ചെറിയ വ്യത്യാസം. സംരംഭം തുടങ്ങുവാണെങ്കിൽ സെറ്റപ്പാണ്, യാത്ര തുടങ്ങുവാണെങ്കിൽ സെറ്റ് ഓഫും സെറ്റ് ഔട്ടുമാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിനെയാണ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. ഒരു സ്ഥലത്തേക്ക് പോകുന്നതിനെയാണ് സെറ്റ് ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെയാണോ? എന്നാൽ സെറ്റ് അസൈഡിൻ്റെ അർത്ഥം എന്താണ്? 50% ഓഫ് ദ സീറ്റ്സ് ആർ സെറ്റ് അസൈഡ് ഫോർ വിമൻ. മാറ്റിവെക്കുക, റിസർവ്ഡ്. പെണ്ണുങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു, റിസർവ്ഡ്. പുട്ട് ചേർത്ത് വരുന്ന 5 എണ്ണം കൂടെ പറഞ്ഞുതരാം. പുട്ട് ഓൺ വെയർ, ധരിക്കുക. പുട്ട് ഓഫ് പോസ്റ്റ് പോൺ, മാറ്റിവെക്കുക. പുട്ട് ഔട്ട് എക്സ്റ്റിങ്ക്വിഷ്, തീ അണയ്ക്കുക. പുട്ടപ്പ് ബിൽഡ് ഓർ സ്റ്റേ, നിർമ്മിക്കുക, താമസിക്കുക. പുട്ടപ്പ് വിത്ത് ടോളറേറ്റ്, സഹിക്കുക. പുട്ടാൻ എൻഡ് ടു, സ്റ്റോപ്പ്, നിർത്തലാക്കുക. പുട്ട് ബൈ, സേവ്, സമ്പാദിക്കുക. പിന്നെന്താണ്? പുട്ട് ഫോർത്ത്, യൂസ് അല്ലെങ്കിൽ പ്രൊഡ്യൂസ്. പുട്ട് അക്രോസ്, കമ്മ്യൂണിക്കേറ്റ്, ആശയവിനിമയം നടത്തുക. ഓക്കെയാണോ?
അതൊന്ന് എഴുതി വെച്ചോണം കേട്ടോ. കാളോണും കാളറ്റും തമ്മിലുള്ള വ്യത്യാസം എന്തോ? കാളോണും കാളറ്റും വിസിറ്റാ, സന്ദർശിക്കുക. ഒരു സ്ഥലം സന്ദർശിക്കുമ്പോൾ കാളറ്റ്, ഒരു വ്യക്തിയെ സന്ദർശിക്കുമ്പോൾ കാളോണ്. വിസിറ്റ് എ പേഴ്സൺ ആണ് കാളോൺ, വിസിറ്റ് എ പ്ലേസ് ആണ് കാളറ്റ്. ജീവിതത്തിൽ മറക്കരുത്. ഹി ഡൈഡ് ഡാഷ് ഹിസ് ഓൺ ഹാൻഡ്സ്, അവൻ സ്വന്തം കൈകൊണ്ട് മരിച്ചു. പ്രിപ്പോസിഷൻ ബൈ. കണ്ടോണം. ഡൈഡ് ഇൻ, ഡൈഡ് ഓഫ്, ഡൈഡ് ഫോർ, ഡൈഡ് ഫ്രം, ഡൈഡ് ബൈ. ഡൈ എന്ന് പറയുന്ന വാക്കിൻ്റെ കൂടെ 5 അല്ല 6 പ്രിപ്പോസിഷൻ ഉപയോഗിക്കും. ഒരെണ്ണമുണ്ട്, ഞാൻ പറയാം. ആക്സിഡന്റ് മരിക്കുവാണെങ്കിൽ അത് ഇന്ന്, പ്രായം ചെന്നോ അസുഖം വന്നോ മരിക്കുവാണെങ്കിൽ അത് ഓഫ്, ഒരു കാരണത്തിന് വേണ്ടി മരിക്കുകയാണെങ്കിൽ കോസ്, ഒരു കാരണത്തിന് വേണ്ടി മരിക്കുകയാണെങ്കിൽ ഫോർ, വേണ്ടി എന്നർത്ഥം. അവോയ്ഡബിൾ റീസൺസ്, ഒഴിച്ചുകൂടാവുന്ന കാരണങ്ങളാൽ മരിക്കുകയാണെങ്കിൽ, ഒഴിച്ചുകൂടാമായിരുന്ന കാരണങ്ങളാൽ മരിക്കുകയാണെങ്കിൽ ഫ്രം. സ്വന്തം കൈകൊണ്ട് മരിച്ചാൽ, ആത്മഹത്യ ചെയ്താൽ അത് ബൈ. അതുകൊണ്ടാണ് ബൈ വന്നത്. ഹി ഡൈഡ് ബൈ ഹിസ് ഓൺ ഹാൻഡ്സ്. ഇനി ഞാൻ പറഞ്ഞുതരാം. ആക്സിഡന്റ് ആണേ, ഹി ഡൈഡ് ഇൻ എ പ്ലെയിൻ ക്രാഷ്, ഹി ഡൈഡ് ഇൻ എ ഷിപ്പ് റക്ക്, ഹി ഡൈഡ് ഇൻ എ കാർ ആക്സിഡന്റ്. ഹി ഡൈഡ് ഓഫ് ഓൾഡ് ഏജ്, പ്രായം ചെന്ന് മരിച്ചു. ഹി ഡൈഡ് ഓഫ് ന്യൂമോണിയ, ട്യൂബർകുലോസിസ്, എയ്ഡ്സ്. ഡൈഡ് ഓഫ്. ഡൈഡ് ഫോർ, വേണ്ടി, ആ മരണം കൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടെങ്കിൽ ഫോർ. ജീസസ് ക്രൈസ്റ്റ് ഡൈഡ് ഫോർ ദ സിൻ ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. ഹി ഡൈഡ് ഫോർ ഹിസ് കൺട്രി, സ്വന്തം രാജ്യത്തിന് വേണ്ടി മരിച്ചു. ഹി ഡൈഡ് ഫോർ ഹിസ് ഫാമിലി, കുടുംബത്തിന് വേണ്ടി മരിച്ചു. ഫോർ. ഡൈഡ് ഫ്രം, അവോയ്ഡബിൾ റീസൺസ്. അതെന്തുവാ? ആ മരണം നമ്മൾ വിചാരിച്ചിരുന്നെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. വാക്കുകൾ പഠിച്ചാൽ മതി. പോവർട്ടി, ദാരിദ്ര്യം. സ്റ്റാർവേഷൻ, പട്ടിണി. ഒബിസിറ്റി, പൊണ്ണത്തടി. ഓവർ ഈറ്റിംഗ്, അമിതാഹാരം. 2 അപകട മരണങ്ങൾ വരും. 1 ബേണിംഗ്, പൊള്ളലേറ്റ് മരിച്ചു. 2 ഡ്രൗണിങ്, മുങ്ങി മരിച്ചു. ഇത് രണ്ടും ഫ്രം, പഠിച്ചോണം. ഹി ഡൈഡ് ഫ്രം പോവർട്ടി, ഫ്രം സ്റ്റാർവേഷൻ, ഫ്രം ഒബിസിറ്റി, ഫ്രം ഓവർ ഈറ്റിംഗ്, ഫ്രം ബേണിംഗ്, ഫ്രം ഡ്രൗണിങ്. ഡ്രൗണിങ്, മുങ്ങി മരിക്കുക. സ്വന്തം കൈകൊണ്ട് മരിച്ചാൽ അത് സൂയിസൈഡ്. പ്രായം ചെന്നോ അസുഖം വന്നോ മരിച്ചാൽ അത് ഓഫ്. അപകടത്തിൽ മരിച്ചാൽ അത് ഇന്ന്. ആർക്കെങ്കിലും വേണ്ടി മരിച്ചാൽ അത് ഫോർ. അവോയ്ഡബിൾ റീസൺസ് ആയ പോവർട്ടി, സ്റ്റാർവേഷൻ, ഒബിസിറ്റി, ഓവർ ഈറ്റിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, ഡ്രൗണിങ് വന്നാൽ അത് ഫ്രം. സ്വന്തം കൈകൊണ്ട് മരിച്ചാൽ അത് ബൈ. ഡൈഡ് ബൈ ഹിസ് ഓൺ ഹാൻഡ്സ്. ഡൈഡ് വിത്ത് ആൻ ഒബ്ജക്റ്റ്, ഒരു ഉപകരണം കൊണ്ട് മരിച്ചു. സ്വയം കുത്തി മരിച്ചു, അങ്ങനെയൊക്കെ പറയുമോ? കത്തി എന്ന് പറയുവാണെങ്കിൽ വിത്ത. ഹി ഡൈഡ് വിത്ത് എ നൈഫ്, ഉപകരണം. ഹി ഡൈഡ് വിത്ത് എ ഡാഗർ, കടാര കൊണ്ട് കുത്തി മരിച്ചു എന്നാണ് അർത്ഥം. ഉപകരണം വന്നാൽ വിത്താണ്, പഠിച്ചു വെക്കുക. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തരേണ്ട ഒരു കാര്യം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതെനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇംഗ്ലീഷ് ഇത്രമേൽ സിമ്പിളായിട്ട് കേരളത്തിൽ ഒരിടത്തും കിട്ടാത്ത ഏറ്റവും സിമ്പിൾ ക്ലാസ്സുകൾ ഞാൻ തരാം. അതെൻ്റെ അഹങ്കാരമല്ല, എൻ്റെ കോൺഫിഡൻസ് ആണ്. ഓക്കെ. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇംഗ്ലീഷൊക്കെ മണി പോലെ എന്ത് ചോദ്യം നിങ്ങൾ ചോദിച്ചാലും ഞാൻ ഉത്തരം പറയും. ആ ലെവലിൽ എനിക്ക് സബ്ജക്റ്റ് നോളജ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തോടെ വന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ആ റൂട്ട് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, എങ്ങനെ പഠിക്കണം എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ വീണ്ടും കാണും. എല്ലാവരും ഇന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ CSCB പഠിക്കുന്ന ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ചലഞ്ചർ ആപ്പിനെ അവരിലേക്ക് ഒന്ന് എത്തിക്കുക. എന്നാൽ അവർക്കും അത് ഗുണപ്രദമാകും എന്ന് ഞാൻ പറയും. തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു. കമൻറ്റ് ചെയ്യാൻ മറക്കുക. എല്ലാവരെയും ക്ലാസ്സിനെ കുറിച്ചൊരു അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഞാനത് വായിക്കും. ബൈ ഫ്രം രഞ്ജിത്ത് RK, തഴവ.